പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫർദർ ബാഡ് ഡെപ്റ്റ്, ന്യൂ പ്രൊവിഷൻ, ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. അത്തരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെയാണ് പൊതുവേ ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പം അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 6 മാർക്കിൻ്റെ ചോദ്യത്തിന് പുറമെ 3-4 മാർക്കിന് സെപ്പറേറ്റ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാവുന്നതാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. മസ്റ്റായിട്ട് പഠിച്ച് മസ്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ നോക്കുക, an extract from a trial balance of net stores on 31st March 2022 is given below. ഓക്കെ, ഒരു എന്താണ് സ്റ്റോറിൻ്റെ ട്രയൽ ബാലൻസിൻ്റെ ചെറിയൊരു കഷ്ണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 32,000 ഉണ്ട്, ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2,000 ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു 3,500 ഉണ്ട്. ഓക്കെ, ഈ 3 ട്രയൽ ബാലൻസിൻ്റെ ഭാഗമാണ്. ഇതിന് പുറമെ അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് റൈറ്റ് ഓഫ് ഫർദർ ബാഡ് ഡെപ്റ്റ് ₹1,000. ഓക്കെ, റൈറ്റ് ഓഫ് ഫർദർ ബാഡ് ഡെപ്റ്റ്സ് ₹1,000. രണ്ടാമത്തത് ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അറ്റ് 5% ഓൺ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന് താഴെ ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ഹൗ ദ ഐറ്റംസ് വിൽ അപ്പിയർ ഇൻ ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഈ പറയുന്ന ഐറ്റംസ് എങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അക്കൗണ്ട് വരച്ചിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് അവിടെ കാണിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബാലൻസ് ഷീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫോർമാറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കാൻ അറിയാലോ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മുഴുവനായിട്ടൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട, ജസ്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഭാഗം മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. ദെൻ അതിന് താഴെ ഇവിടെ എന്ത് എഴുതുക, ആദ്യം ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതുക. ഓക്കെ, ആദ്യം ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതുക, എന്നിട്ട് ആ ബാഡ് ഡെപ്റ്റ് എമൗണ്ട് ഇവിടെ എഴുതണം. ഓക്കെ, ഇനി അതിന് താഴെ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതുക, ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതുക. ഓക്കെ, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതുക, രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് അതിൻ്റെ താഴെ എഴുതുക. ദെൻ അതിന് താഴെ വീണ്ടും ആഡ് ന്യൂ പ്രൊവിഷൻ എന്ന് എഴുതുക. ഓക്കെ, ന്യൂ പ്രൊവിഷൻ. ഓക്കെ, ആ ന്യൂ പ്രൊവിഷൻ എമൗണ്ട് അവിടെ എഴുതുക, ഉള്ളിലെഴുതുക, എന്നിട്ട് അതിനും രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോയിന്റ് കൂടെ ഉണ്ട്. ചിലപ്പോൾ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ തരും, അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൺ ഒക്കെ പറഞ്ഞിട്ട് എത്ര % ഓൺ ഡെപ്റ്റേഴ്സ് കൊണ്ട് തരും. അതിന് പുറമെ ട്രയൽ ബാലൻസിൽ ഡെപ്റ്റേഴ്സ്, ബാഡ് ഡെപ്റ്റ്, അതിനോടൊപ്പം എന്തുകൂടെ തരും, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് തരും. ഓക്കെ, ആ പ്രൊവിഷന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതെവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ന്യൂ പ്രൊവിഷൻ എഴുതിയല്ലോ. ഓക്കെ, ആ ന്യൂ പ്രൊവിഷനിൽ നിന്ന് എന്ത് ചെയ്യണം, ലെസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, കാരണം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാ ഈ രീതിയിലാണ് വരിക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരിക. ആദ്യം നമ്മൾ എന്ത് കാണിക്കും, ആദ്യം ബാഡ് ഡെപ്റ്റ് എഴുതും, അതിനോടൊപ്പം പിന്നെ ആഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതും, ബാഡ് ഡെപ്റ്റ്. ഇതാണ് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫർദർ ബാഡ് ഡെപ്റ്റ്. ദെൻ വീണ്ടും ആഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം, ന്യൂ പ്രൊവിഷൻ എന്ന് എഴുതിയിരിക്കാം. എന്താണ് ന്യൂ പ്രൊവിഷൻ. ഓക്കെ,
ഇപ്പോൾ 2 ഏഡ് വന്നു. ഒന്നാമത്തെ ഏഡ് ഫർദർ ബൈ ഡെപ്റ്റ്, രണ്ടാമത്തെ ഏഡ് ന്യൂ പ്രൊവിഷൻ. ഓക്കെ, അത് രണ്ടും കൂടെ കൂട്ടിയിടാം. എന്നിട്ട് അതിൽ നിന്ന് ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ലെസ് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുക. അതിനെയാണ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുക. അത് ലെസ് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ച് വയ്ക്കുകയാണ്. ആദ്യം നമ്മൾ എന്ത് എഴുതി, ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന ആദ്യം ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതും. ബാഡ് ഡെപ്റ്റിൻ്റെ 2000 രൂപ എഴുതി വയ്ക്കും. ഓക്കെ, ഇനി ആഡ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടോ നോക്കുക. ഫർദർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ അത് ഫർദർ ബാഡ് ഡെപ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആഡ് പ്ലസ് ഇട്ടിട്ടെന്ന് കാണിക്കുക, ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് അതിന് താഴെ 1000 എഴുതി, അതിന് നേരെ 1000 എഴുതി വയ്ക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടിയിട്ടിടാം. 2000 1000 കൂട്ടി എത്ര വരും, 3000 വരും. ഓക്കെ, ഇനി അടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ടോ നോക്കുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് തന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ട്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന പ്രൊവിഷനെയാണ് എന്തെന്ന് വിളിക്കുക, ന്യൂ പ്രൊവിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ആ ന്യൂ പ്രൊവിഷൻ എപ്പോഴും പെർസെൻറ്റേജ് ആയിട്ടാണ് തരാറുള്ളത്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെപ്റ്റേഴ്സ് ഇവിടെ വരുന്നത് 32,000 രൂപയാണ്. 32,000ൻ്റെ മുകളിൽ ആണ് എന്ത് ചെയ്യേണ്ടത്, 5% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫർദർ ബാഡ് ഡെപ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് വേണം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്താ പറഞ്ഞത്, ന്യൂ പ്രൊവിഷൻ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ വരിക ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ്. ഓക്കെ, ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫർദർ ബാഡ് ഡെപ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടോ നോക്കാം. ഫർദർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 5% ഓൺ ഡെപ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5% ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് 32,000, 32,000ൻ്റെ 5% നോർമലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫർദർ ബാഡ് ഡെപ്റ്റ് 1000 രൂപ തന്നിട്ടുണ്ട്. ഈ 1000 രൂപ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡെപ്റ്റേഴ്സ് അപ്പോൾ ഇവിടെ നമ്മളിവിടെ ന്യൂ പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 32,000 മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. ഫർദർ ബാഡ് ഡെപ്റ്റിന് ഒരു 1000 രൂപ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ആ കുറച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിൽ വേണം 5% കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 32,000ത്തിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റിൻ്റെ 1000 മൈനസ് ചെയ്താൽ എത്ര വരും, 31,000 വരും. ഓക്കെ, 31,000 വരും. ആ 31,000ത്തിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, ന്യൂ പ്രൊവിഷൻ ആയിട്ടുള്ള 5% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 31,000ത്തിൻ്റെ 5% എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ന്യൂ പ്രൊവിഷൻ ആയിട്ട് വരിക. ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, പ്ലസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ് ന്യൂ പ്രൊവിഷൻ എന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് ഇവിടെ എഴുതുക. എന്നിട്ട് അത് കൂട്ടിയിടാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ് 2 വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ടോ നോക്കണം. ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ടോ നോക്കണം. ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഇത് 3 ആഡാണ് ചെയ്യുന്നത് അല്ലേ. ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ്, ആഡ് ന്യൂ പ്രൊവിഷനാണ്. ഓക്കെ, ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊവിഷനെ വിളിക്കുന്ന പേരാണ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആ ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യണം, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ന്യൂ പ്രൊവിഷൻ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ടിൽ നിന്ന് ആ ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, ഓൾഡ് പ്രൊവിഷൻ ന്യൂ പ്രൊവിഷൻ കൂട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കാണിക്കണം, ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് എവിടേക്ക് ഇടുക, എമൗണ്ട് കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ കീ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ നോക്കുക. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 2000 ആണ്. ഓക്കെ, ദെൻ ഫർദർ ബാഡ് ഡെപ്റ്റ്, അതിന് ബാഡ് ഡെപ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതി വയ്ക്കുക. ആഡ് എന്ന് എഴുതുക. ആഡ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക, ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് എഴുതുക. ദെൻ ആഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂ പ്രൊവിഷൻ എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, പ്രൊവിഷൻ 5% ആയാലും ന്യൂ പ്രൊവിഷൻ എഴുതി വയ്ക്കുക. ആ ന്യൂ പ്രൊവിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ, ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ആ ഫർദർ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് വേണം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതാണ് ആ കാണിച്ചിട്ടുള്ളത്. 32,000ന് 1000 മൈനസ് ചെയ്താൽ 5%, 31,000 അതിൻ്റെ 5%. ഓക്കെ, അതാണ് ഇവിടെ 1550 കിട്ടിയിട്ടുള്ളത്.
അത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന എമൗണ്ട് ആണ് 4550. ഇനി നോക്കേണ്ടത് ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഉണ്ടോ എന്നാണ്. ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയാം. ആ ഓൾഡ് പ്രൊവിഷൻ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം. അതാണ് ഇവിടെ ലെസ് എന്ന് പറഞ്ഞ് ഓൾഡ് പ്രൊവിഷൻ ഓൾഡ് എന്ന് അല്ലെങ്കിൽ ഓൾഡ് പ്രൊവിഷൻ എന്ന് എഴുതിയിട്ട് 3500 എഴുതിയിട്ടുള്ളത്. എന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, ആ 4550 3500 നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്തിൽ കാണിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ ട്രീറ്റ്മെൻറ്റ്. ഇനി ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെയും വരാം. അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ എഫക്റ്റ് ആണല്ലോ, രണ്ടിടത്തത് കാണിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനും എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അത് നമ്മൾ ഒരിടത്ത് കാണിച്ചു കഴിഞ്ഞു, ഇനി ഒരിടത്ത് കൂടെ അത് കാണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ളത് ഡ്യുവൽ എഫക്റ്റ്, രണ്ടിടത്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക. ഒന്ന് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി രണ്ടാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് എന്ത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് ഇതേപോലെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. ആദ്യം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് എഴുതി വയ്ക്കാം. ഓക്കെ, ഡെപ്റ്റേഴ്സ് നിന്ന് അവിടെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ ലെസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ ആദ്യം നമ്മളവിടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്തത്, അതിവിടെ ലെസ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഫർദർ ബാഡ് ഡെപ്റ്റ് എഴുതുക. അതിൻ്റെ എമൗണ്ട് അവിടെ എഴുതി വയ്ക്കാം. ലെസ് ന്യൂ പ്രൊവിഷൻ. ഓക്കെ, ന്യൂ പ്രൊവിഷൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ എമൗണ്ട് അവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസറ്റ് സൈഡിലാണ്, ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക. ആദ്യം ഡെപ്റ്റേഴ്സ് എഴുതാം, ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് മൈനസ് ചെയ്യാം, ദെൻ അതിനുശേഷം ന്യൂ പ്രൊവിഷൻ മൈനസ് ചെയ്യാം. ഓൾഡ് പ്രൊവിഷൻ ഇവിടെ ആഡ് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, കാരണം എന്താ, ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ എടുക്കുന്നതാണ്. ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് ഏതെങ്കിലും ഒരിടത്ത് മാത്രം കാണിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാതിരുന്നത്. ഇവിടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ന്യൂ പ്രൊവിഷനാണ് കാണിച്ചത്, കാരണം അത് രണ്ടും അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആദ്യം അതിൻ്റെ ഫോർമാറ്റ് എഴുതി വയ്ക്കുക കേട്ടോ. ഫോർമാറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആദ്യം ബാഡ് ഡെപ്റ്റ് എഴുതുക, പിന്നെ ആഡ് എന്ന് പറഞ്ഞിട്ട് ഫർദർ ബാഡ് ഡെപ്റ്റ് എഴുതുക, ആഡ് ന്യൂ പ്രൊവിഷൻ എഴുതുക, ദെൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ എഴുതുക. ഓക്കെ, ബാലൻസ് ഷീറ്റിലാണെങ്കിൽ അസറ്റ് സൈഡ് മാത്രം വരച്ച് വെച്ചാൽ മതി. അസറ്റ് സൈഡിൽ താഴെ ഡെപ്റ്റേഴ്സ് ആദ്യം എഴുതുക, ദെൻ ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ് എഴുതുക, ലെസ് ന്യൂ പ്രൊവിഷൻ എഴുതുക. ഓക്കെ, അതാണ് അതിൻ്റെ ഫോർമാറ്റ് വരിക. ഓക്കെ, അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇത് 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.